ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലുമല്ല, കുറച്ച് കാര്യങ്ങൾ അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള ഒരു പുരോഗതി, സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. തൊഴിലിടങ്ങളിലുള്ള ഒരു നേട്ടമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ളത്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ശത്രുതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ അതൊരു വിഷയമായിട്ട് ചിലരിലൊക്കെ വന്നു ചേരാം. ദാമ്പത്യ ജീവിത സുഖക്കുറവ്, അത് കാരണം ശനി എന്ന പാപഗ്രഹവുമായിട്ടാണ് ഇവരുടെ 7-ാം ഭാവാധിപനായ ശുക്രൻ ചേരുന്നത്. അപ്പോൾ അവിടെ ചന്ദ്രൻ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് ഉണ്ടാകാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മാതാവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടവും മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുത മൂലം തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേർന്ന് മേലധികാരികളുടെ ഇഷ്ടക്കേടിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ദാമ്പത്യ ജീവിത സുഖക്കുറവും അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥാനക്കയറ്റവും തൊഴിൽ ഗുണവും ഒക്കെ അനുകൂലമായി നിന്നാൽ പോലും അത് സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകൾ കൊണ്ട് അവിടെ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ അവിടെ തിക്താനുഭവങ്ങൾ വന്നു ചേരുവാനോ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് ഒരു വിഷയം. പിന്നെ ഈ നാളുകാർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവും വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ സുഖ, സ്വസ്ഥത, ദേഹനന്മ ഒക്കെ അനുകൂലമാണെങ്കിൽ പോലും തൊഴിലിടങ്ങളിൽ നേട്ടവും സ്ഥാനക്കയറ്റവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ശത്രുത മൂലം ഇതൊക്കെ ഇല്ലാതായി പോകുവാനും ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാനും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഇഷ്ടക്കേടിന് കാരണമായി തീരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ അനുഭവം അവർക്ക് സമ്മിശ്രമായ അനുഭവമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് ആദ്യമേ പറയുകയാണ്. നാളെ അവരുടെ മക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് വിചാരിക്കുക. മക്കളെ കൊണ്ടുള്ള മക്കൾ പ്രായമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇടപെടൽ മൂലം അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരും മക്കളെ അനുഗ്രഹിക്കുന്നത് മൂലം, അവർ ചേർത്ത് പിടിക്കുന്നത് മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ കൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ പ്രായമായവർ ഈ മക്കളുമായിട്ട് ശത്രുതയ്ക്ക് വന്നു ചേർന്ന് അത് മുഖേന കുടുംബസുഖവും ധനപരമായ നേട്ടവും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ താളം തെറ്റുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന അതിന് സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. ചിലർക്ക് മക്കൾ മറ്റു പ്രായമായവരിൽ നിന്നുള്ള അല്ലെങ്കിൽ മാതാപിതാക്കൾ മുഖേനയുള്ള അനുഗ്രഹത്താൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇതെല്ലാം ദോഷമായി വന്നു ചേരും. അതാണ് സമ്മിശ്രം എന്ന് പറയുന്നത്. ചിലർക്ക് ഭാഗ്യാനുഭവങ്ങളും ചിലർക്ക് ഭാഗ്യക്കേടുകളും. അപ്പോൾ ഇങ്ങനെ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളും ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവും ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അതും ഒരു വിഷയമാണ്. പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജാതകർ ഇപ്പോൾ പണം ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. മക്കളെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. മക്കൾ മുഖേന ഉള്ള നേട്ടം, അതായത് മക്കളെ പ്രായമായവർ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം കൊണ്ട് ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും. ഇതേ സമയം തന്നെ ഈ പ്രായമായവർ ഈ മക്കളെ അവഹേളിക്കുക അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക, അവരെ ദ്രോഹിക്കുക, അവരെ വേദനിപ്പിക്കുക, ആ ഒരു സാഹചര്യം ഉണ്ടായി അത് മുഖേന ഇവർ ദുഃഖിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ നാളുകാർക്ക് നാളത്തെ ദിവസം ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ ശരിക്കും ഉണ്ടാകണമെന്നില്ല. ശത്രു അടഞ്ഞ അനുഭവങ്ങൾ, ഒരു മാനസികമായ വിഭ്രാന്തി പോലെയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
ശത്രുത മൂലം അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രായമായവരിൽ നിന്നുള്ള ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുമുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടമെന്ന് പറയുവാൻ തക്കമുള്ള ഒരു അനുഭവം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവർക്ക് മക്കളെ കൊണ്ടുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാം, അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും പരാജയപ്പെടും, ബുദ്ധിപരമായ പല കാര്യങ്ങളും പരാജയപ്പെടുവാനാണ് സാധ്യത. മക്കളെ കൊണ്ടുള്ള ഏറെക്കുറെ കുറച്ച് അനുകൂലമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം, ആൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചമായ ഇവർക്ക് തൊഴിലിടങ്ങളിൽ അത്ര സന്തുഷ്ടകരമായ ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. അത് ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും കർക്കിടകക്കാർക്ക് നാളത്തെ ദിവസം. എല്ലാ കാര്യങ്ങളിലും നേട്ടമൊന്നുമല്ല എന്നുള്ളതാണ്. നേട്ടമെന്ന് പറയാൻ മക്കളെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രായമായവരുടെ ശത്രുത മൂലം അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ മൂലമൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ മൂലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവിടെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ഈ സ്ത്രീകൾ മുഖേന അല്ലെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്താകട്ടെ സഹോദരങ്ങളാകട്ടെ അവർ മുഖേനയുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ചിലരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുമാണ് ഉണ്ടാകുക. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് 7ാം ഭാവത്തിലാണ് ഈ ശനി നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഭാര്യയും ഭർത്താവും നല്ല സ്വരച്ചേർച്ചയിലൊന്നും പോകുന്ന സമയമല്ല. അഭിപ്രായ വ്യത്യാസത്തിലും കലഹത്തിലും ഒക്കെ പോകുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ അവരെ അലട്ടുന്ന സമയമാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയുടെ സഹായം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആ സ്ത്രീയുടെ സഹായം ഒരുപക്ഷെ അനുകൂലമാകാം, ചിലപ്പോൾ പ്രതികൂലമാകാം. അപ്പോൾ അങ്ങനെ അനുകൂലവും പ്രതികൂലവുമായിട്ട് ഉള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അതുമൂലം ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദോഷങ്ങളും ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ നന്മയും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായുള്ള സ്ഥിതിയൊക്കെ അവർക്ക് അനുകൂലമാണെന്നും വിചാരിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവർക്ക് ശത്രുതകൾ മൂലം ഈ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇല്ലാതാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ലാഭകരമായ അനുഭവങ്ങളൊക്കെ ശത്രുത മൂലം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ മെച്ചമായ അനുഭവങ്ങളൊന്നും തന്നെ കന്നിക്കൂറുകാർക്ക് ഈ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ മക്കൾ ആയിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ പോയാൽ പോലും അവിടെ പ്രായമായവരിൽ നിന്നൊരു ശത്രുത വന്നു ചേർന്ന് അവിടെ ഒരു കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അമ്മയും മക്കളും ഒരുമിച്ച് ഒരു വഴിക്ക് പോവുക. അപ്പോൾ അമ്മയും മക്കളും ഒരുമിച്ചൊരു വഴിക്ക് പോകുമ്പോൾ അപ്പോൾ ഒരു ബന്ധുവീട്ടിൽ ചെന്ന് കയറിയാൽ ആ ബന്ധുവീട്ടിൽ ഒരു പക്ഷേങ്കിൽ ഇവരെ സ്നേഹത്തോടുകൂടി കാണണമെന്നില്ല, അവിടെ ശത്രുതകളാൽ സംസാരിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ പരിഹസിച്ചോ നിന്ദിച്ചോ ഒക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. തിക്താനുഭവങ്ങൾ വന്നു ചേർന്ന് ഈ സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അവർക്ക് അത്ര അനുകൂലമല്ല. പല കാര്യങ്ങളും അവർ തിക്താനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണെന്നും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ അവരുടെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഇറങ്ങിത്തിരിച്ചാൽ കാര്യതടസ്സം അനുഭവപ്പെടും. ശത്രുത മൂലം കാര്യതടസ്സം ഉണ്ടാകും. പ്രായമായവരിൽ നിന്നുള്ള ശത്രുത മൂലം കാര്യതടസ്സമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ചതിയുമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഈ നാളുകാർ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ശത്രുത ഉണ്ടാകും. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ശത്രുതയാണ് അവിടെ വന്നു ചേരാൻ സാധ്യത. അപ്പോൾ നാളത്തെ അനുഭവം എല്ലാ നാളുകാർക്കും, അതായത് 27 നാളുകാർക്കും ശത്രുത അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും കൂടുതലും അത് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കൂറാണ് തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് അവരുടെ കാര്യവിജയത്തിൽ എത്തിച്ചേരണമെങ്കിൽ ശത്രുതയെ മറികടക്കണം. ശത്രുത മൂലമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കല്യാണം കേട്ട നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണെങ്കിലും അതെല്ലാം ശത്രുത മൂലം ഇല്ലാതാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഭാര്യ, ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങൾ അത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളായി മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ശത്രുത മൂലം അതൊക്കെ ഇല്ലാതായി തടസ്സപ്പെട്ട് അല്ലെങ്കിൽ കലഹത്തിലൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെയാണ്, പക്ഷേ ആ ഭാഗ്യം മാറി ഭാഗ്യക്കേടുകളായി മാറിപ്പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരേണ്ട ദിവസമാണ്. രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം വന്നു ചേരേണ്ട ദിവസമാണ്. പക്ഷേങ്കിൽ അവർക്ക് ശത്രുത മൂലം ഭാഗ്യക്കേടുകളായിട്ട് അവർക്കും വന്നു ചേരുന്നൊരു ദിവസമാണ്. വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. അവർക്ക് പല കാര്യങ്ങളിലും ശത്രുതയാണ് അവിടെ വിഷയം. ശത്രുത വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് വിഷയം. അപ്പോൾ ശത്രുതയ്ക്ക് സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് സൂക്ഷിക്കണം. ശത്രുതയിലകപ്പെട്ട് പ്രശ്നത്തിലൊക്കെ അകപ്പെട്ട് ജീവിതം മുമ്പോട്ട് പോകാതെ സൂക്ഷിക്കുക. തൊഴിൽപരമായ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുഖേന ഇവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ധനപരമായ നേട്ടം, കുടുംബസുഖം, ദാമ്പത്യ ജീവിത വിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽ ഗുണമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും പക്ഷെങ്കിൽ അതൊന്നും അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. ശത്രുതകൾ കൊണ്ട് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകത. നേട്ടങ്ങളൊക്കെ അവിടെ കയ്യിലേക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്, പക്ഷേ എല്ലാം തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ശത്രുത മൂലം അതെല്ലാം. അപ്പം നിങ്ങൾക്കൊരു വ്യക്തി ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞിരുന്ന വ്യക്തി ആ സമയത്ത് തരത്തില്ല. അത് മാറിപ്പോകും, കിട്ടത്തില്ല. അത് തടസ്സം. അല്ലെങ്കിൽ നിങ്ങൾ കെഞ്ചി എത്ര പ്രാവശ്യം ചോദിച്ചാലും അവർക്ക് കൊടുക്കണ്ടയോ അങ്ങനെ ഒരു തേങ്ങലിൽ കൂടി അവർ പോവും, സമയവും പോവും, കിട്ടാതെയും വരും. അപ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് വന്നു ചേരേണ്ട നല്ല അനുഭവങ്ങൾ, ധനപരമായ നേട്ടം, കുടുംബസുഖം, ദാമ്പത്യ ജീവിതം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് തിക്താനുഭവങ്ങളായി വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മകരക്കുറുകാർ മനസ്സിലാക്കുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ശത്രുത വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ശത്രുത മൂലം നഷ്ടപ്പെട്ടു പോകും. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് ശത്രുത മൂലം അതൊക്കെ വലിയ വിഷയമാകാൻ സാധ്യതയുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ശത്രുത മൂലം അതൊക്കെ വലിയ വിഷയമായി മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ദുഃഖിക്കാൻ വരെ സാധ്യതയുള്ള ദിവസമാണ്. ദുഃഖം വരെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. അവരുടെ ജന്മഭാവത്തിൽ ശനി നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഈ നാളുകാരുടെ മാനസികവും ശാരീരികവുമായ സ്ഥിതി വളരെ മോശമായി അപകടത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ തന്നെ കടന്നു പോകും. ഇങ്ങനെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം വ്യാഴം 4 നിൽക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് 11 സൂര്യൻ നിൽക്കുന്നു, നല്ലതാണ്. 6 ചൊവ്വ നിൽക്കുന്നു, നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു സമയമാണുള്ളത്. പക്ഷേ ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ, ശനിയും ശുക്രനും ചന്ദ്രനും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ നേട്ടങ്ങൾ വന്നു ചേരേണ്ട സമയത്ത് കോട്ടങ്ങളാണ് വന്നു ചേരുക. ഇപ്പോൾ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്, ശനി പാപഗ്രഹമാണ്, ചന്ദ്രൻ പൂർണ്ണമായിട്ടും ശുഭഗ്രഹമായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് സമ്മിശ്രമായ ഒരു അനുഭവം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അനുകൂലമായ ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. തിക്താനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേർന്ന് ഒരു ദിവസം കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂർപ്പെട്ട പൂർട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് 3 ഗ്രഹങ്ങൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം 3 ഗ്രഹങ്ങളാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. ശനി നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ശനി 12ൽ നിന്നാൽ ദോഷം ചെയ്യും, ചന്ദ്രനും 12ൽ നിന്നാൽ ദോഷം ചെയ്യും. എന്നാൽ 12ൽ ദോഷം ചെയ്യാത്തൊരു ഗ്രഹം ശുക്രനാണ്.
പക്ഷേ എങ്കിലും ബന്ധുക്കളുടെ ശഭാഗത്തു നിന്നുള്ള ശത്രുതകളൊക്കെ ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി ജീവിതം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഇവർക്ക് സുഖസ്വസ്ഥത ദേഹനന്മ അനുകൂലമല്ല, കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, അതൊരു വിഷയമാണ്. ആ ഒരു സാഹചര്യത്തിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്ന് ചേരേണ്ട ഒരു ദിവസമാണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയാണ് പോവുക. പിന്നെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും അത് മുഖേന തൊഴിൽ കൂടെ കിട്ടുന്ന ദാനം കൊണ്ട് വീട്ടിൽ വരുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം സന്തോഷം അനുഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാവും തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം കൊണ്ട്. തൊഴിൽ മേഖല അനുകൂലമായതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം കൊണ്ടും ധനപരമായ നേട്ടം കൊണ്ടുമൊക്കെ ഉള്ളൊരു ജീവിതാനുഭവം അത് മെച്ചമായിരിക്കും. എന്നാൽ മറ്റ് ചില കാര്യങ്ങളിൽ ആരോഗ്യസ്ഥിതി മോശമാകും, പ്രായമായുള്ളവരുടെ ശത്രുത ഉണ്ടാകും, രോഗം, പ്രായമായുള്ളവരുടെ വേർപാടുണ്ടാകും, അതുപോലെ തന്നെ രോഗത്താൽ ഭാരപ്പെടും, ധനത്തിൻ്റെ അമിതമായ ചിലവുണ്ടാകും, സുഖസ്വസ്ഥത ദേഹനന്മ ഉണ്ടാകത്തില്ല, കുടുംബസുഖം ധനപരമായ നേട്ടം ഉണ്ടാകത്തില്ല, തിക്താനുഭവങ്ങളൊക്കെ അങ്ങനെ ഒരു വഴിക്ക് വന്നു ചേരും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ഈ മീനക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2025 വർഷഫലം അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2025 വർഷം ജീവിതത്തിൽ നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളത് നിങ്ങളുടെ ജനിച്ച തീയതിയും സമയവും വെച്ച് ഗ്രഹനില തയ്യാറാക്കി എഴുതി തരുന്നു. അപ്പോൾ ഈ 2025 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർ 1000 രൂപയാണ് അതിൻ്റെ ചിലവ്. 1000 രൂപ ദക്ഷിണ ഇട്ട് തരിക, ജനനത്തീയതിയും ജനിച്ച സമയം അയച്ചു തരിക. അപ്പോൾ ഞാൻ അത് തയ്യാറാക്കി 2 ദിവസത്തിനുള്ളിൽ അയച്ചു തരാം. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ധനപരമായ നേട്ടം ഉണ്ടാകും. അപ്പോൾ 1000 രൂപ എന്തിനാണ് മുടക്കുന്നത് എന്നുള്ളത് വരുന്നത് വരട്ടെ, അന്നേരം കാണാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളായിരിക്കും നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അതറിഞ്ഞ് പരിഹാരമൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ ദോഷമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ജനനത്തീയതിയും ജനിച്ച സമയവും വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ 1000 രൂപ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ചെയ്യുക. ഞാൻ 2 ദിവസത്തിനുള്ളിൽ എഴുതി അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ 2025 വർഷം എങ്ങനെയുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് 100% സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പൊതുവേ ഒരു അനുഭവം കേട്ടിട്ട് കാര്യമില്ലല്ലോ. അവനവൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് ജനനത്തീയതിയും ജനിച്ച സമയം വെച്ചാണ് പറയേണ്ടത്. അപ്പോൾ അത് താല്പര്യമുള്ളവരൊക്കെ അതിൽ പങ്കുചേരുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.